താരതമ്യം ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഒരത്ഭുതവും എന്നോളം വരില്ല. ഒരു കമ്പ്യൂട്ടറിനും എന്നെ തോൽപ്പിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം ഞാനാണ്. ഇനി ഈ ഞാൻ ആരാണെന്നല്ലേ? ഞാൻ നിങ്ങളുടെ ബ്രെയിൻ അഥവാ തലച്ചോർ. എനിക്ക് 1.5 കിലോയോളം ഭാരമുണ്ട്. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെളുത്ത പശ പോലുള്ള ടിഷ്യൂകൾ കൊണ്ടാണ്. എന്നിൽ 30 ലക്ഷം കോടികളിലധികം ന്യൂറോണുകളും അതിൻ്റെ 10 ഇരട്ടിയോളം ഗ്ലയാൽ സെല്ലുകളും അടങ്ങിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ വെറുമൊരു ഭാഗമല്ല. ഞാനാണ് നിങ്ങൾ. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തി എല്ലാം ഞാൻ തന്നെയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഞാൻ ഉറങ്ങാറില്ല. ലോകത്തിലെ എല്ലാ ടെലിഫോൺ നെറ്റ്വർക്കുകൾ കൂട്ടിച്ചേർത്താലും എൻ്റെ നെറ്റ്വർക്കിനോടൊപ്പം എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ വഴുവഴുപ്പുള്ള പ്രതലത്തിൽ കൂടി നടക്കുകയാണെന്ന് കരുതുക. ഞാൻ നിങ്ങളോട് പറയും, സൂക്ഷിക്കുക, അല്ലെങ്കിൽ വീഴും. അഥവാ നിങ്ങൾ വീണെന്ന് കരുതുക. കാലിൽ അല്പം പരിക്ക് പറ്റി എന്ന് വെക്കുക. പിന്നീട് വീണ്ടും നിങ്ങൾ ആ പാത സ്വീകരിക്കുകയാണെങ്കിൽ അത് വേണ്ട, അതിൽ കൂടി പോകരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷ എൻ്റെ കയ്യിലാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നിങ്ങളുടെ ശ്വസനം, അതിൻ്റെ വേഗത, ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ടോ, നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിച്ചോ, അങ്ങനെ 100 കണക്കിന് ജോലികളാണ് എനിക്കുള്ളത്. ഞാൻ നിങ്ങളുടെ ശരീരത്തിലെ വെറും 2% മാത്രമേ ഉള്ളുവെങ്കിലും എനിക്ക് നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജൻ്റെ 20% കൂടുതൽ അത്യാവശ്യമാണ്. എൻ്റെ ജീവിതം ഓക്സിജനിൽ കൂടിയാണെന്ന് നിസ്സംശയം പറയാം. പെട്ടെന്ന് അല്പസമയത്തേക്ക് ഓക്സിജൻ്റെ വരവ് നിലച്ചെന്ന് കരുതുക. നിങ്ങൾ ബോധം കെട്ട് വീഴും. ഓക്സിജൻ്റെ വരവ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എനിക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കും. ചിലപ്പോൾ സമ്പൂർണ്ണ മരവിപ്പ് അല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കാം. അതിനാൽ എനിക്ക് ഓക്സിജൻ എല്ലായ്പ്പോഴും കൂടിയേ തീരൂ. എനിക്ക് ഗ്ലൂക്കോസും അത്യാവശ്യമാണ്. എൻ്റെ പ്രവർത്തനങ്ങൾ അതിസങ്കീർണമാണ്. ഗവേഷകർക്ക് വളരെ കുറച്ച് മാത്രമേ എന്നെക്കുറിച്ച് ഇതേവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്നിൽ കൂടിയാണ്. എന്നാൽ നിങ്ങൾ എന്നെ മുറിക്കുകയാണെങ്കിൽ എനിക്ക് വേദനിക്കില്ല. അതൊരു അത്ഭുതം തന്നെയല്ലേ? അതുകൊണ്ടാണ് ബ്രെയിൻ സർജറി പേഷ്യൻറ്റിനെ ഉറക്കാതെ തന്നെ ചെയ്യുന്നത്. അതുകൂടാതെ ബ്രെയിനിലെ ചില കോശങ്ങളെ ഇലക്ട്രിക്കലി ഉത്തേജിപ്പിച്ച് രോഗിയുടെ പ്രതികരണശേഷി അളക്കാനും ഇതിനാൽ സാധിക്കുന്നു. ബ്രെയിനിലെ ചില കോശങ്ങളെ ഇലക്ട്രിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറന്നുപോയ എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ പറയും. ഞാനൊരു കനത്ത കോട്ടയ്ക്കുള്ളിലാണ് വസിക്കുന്നത്. തലയോട്ടിക്ക് 1/2 സെൻറ്റിമീറ്റർ കനം അതിൻ്റെ മുകൾ ഭാഗത്തും താഴത്തേക്കെത്തുമ്പോൾ കനം കൂടിയും വരും. ഞാൻ വെള്ളം പോലുള്ള ഒരു ദ്രാവകത്തിലാണ് ഇരിക്കുന്നത്. ഇതിനെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നറിയപ്പെടും. അതിനാൽ തന്നെ അത്ര പെട്ടെന്നുള്ള ആഘാതമൊന്നും എനിക്കേൽക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ഫുട്ബോൾ ഹെഡ് ചെയ്യുന്നു എന്ന് കരുതുക. എനിക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് പറയാം. ഒരു പുൽത്തകിടി ഇളക്കിയെടുത്ത് നോക്കൂ. അതിൽ ഒരുപാട് വേരുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കാണാം. അതുപോലെയാണ് ഞാൻ. ആമുഖത്തിൽ പറഞ്ഞതുപോലെ 30 ബില്യൺ നെർവ് സെൽസ് എന്നിലുണ്ട്. അതുപോലെ മറ്റു സെല്ലുകളും. ന്യൂറോൺ കാണാൻ ചിലന്തിയെ ഒരു നാരിൻ്റെ അറ്റത്ത് കെട്ടിവച്ചതുപോലെ ഇരിക്കും. അതാണ് ന്യൂറോണിൻ്റെ രൂപം. ചിലന്തിയാണ് ന്യൂറോണിൻ്റെ ശരീരം. നാരിനെ ആക്സൺ എന്ന് വിളിക്കുന്നു.
ചിലന്തിയുടെ കാലുകളെ ഡെൻഡ്രൈറ്റിസ് എന്നും വിളിക്കുന്നു. ഈ കാലുകൾ അടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ച് ന്യൂറോണിൻ്റെ ശരീരത്തിലേക്ക് അയക്കുന്നു. ഇവിടെ സന്ദേശങ്ങൾ കൈമാറുന്നത് ഇലക്ട്രിക് സ്പാർക്ക് മുഖേനയാണ്. കാരണം ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായി പരസ്പരം ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. കരളിലെയോ രക്തത്തിലെയോ ത്വക്കിലെയോ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല. എൻ്റെ കോശങ്ങൾ നശിച്ചാൽ അത് തിരിച്ചു വരില്ല. ആ നാശം എന്നേക്കുമാണ്. നിങ്ങൾക്ക് ഒരു 35 വയസ്സായി കഴിഞ്ഞാൽ എന്നിലെ കോശങ്ങൾ ദിവസത്തിൽ 1000 എന്ന കണക്കിൽ നശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നിൽ വളരെയധികം കോശങ്ങൾ ഉള്ളതുകൊണ്ട് നിത്യേനയുള്ള ആ നാശം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. പക്ഷേ പതിവിലധികം കോശങ്ങൾ നശിക്കുകയാണെങ്കിലോ ചില ലക്ഷണങ്ങൾ നിങ്ങളിൽ തെളിഞ്ഞു വരും. അതായത് ശ്രവണശക്തി കുറഞ്ഞു വരും, മണമറിയാനുള്ള കഴിവ് കുറഞ്ഞു വരും, ഭക്ഷണത്തിന് സ്വാദ് കുറഞ്ഞു വരും, ശ്രദ്ധ കുറഞ്ഞു വരും, ഓർമ്മശക്തി കുറഞ്ഞു വരും എന്നിങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമായിരിക്കും. എന്നിലെ ഏറ്റവും വലിയ ഭാഗത്തിനെ സെറിബ്രം എന്നറിയപ്പെടുന്നു. ഇതിനെ 2 അർദ്ധഗോളങ്ങളായി തരംതിരിക്കാം, ഇടതും വലതുമായി. ഇവ തമ്മിൽ ഒരു കൂട്ടം നാരുകൾ വഴി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ നാരുകളുടെ പേരാണ് കോർപ്പസ് കലോസം. ഇതിൽ കൂടി സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നു. എൻ്റെ ഇടത് അർദ്ധഗോളം നിങ്ങളുടെ വലത് ഭാഗത്തുള്ള ക്രിയകൾ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ വലത് അർദ്ധഗോളം ഇടത് ഭാഗത്തുള്ള ക്രിയകളെയും. ഒരു ഇടത് കൈയ്യൻ്റെ ബ്രെയിനിൽ എൻ്റെ വലത് അർദ്ധഗോളമായിരിക്കും ശക്തിയാർജിച്ചിരിക്കുന്നത്. ഇടത് അർദ്ധഗോളമാണ് നിങ്ങളുടെ നടത്തം, എഴുതാനും വായിക്കുവാനുമുള്ള കഴിവ്, കണക്ക് കൂട്ടുവാനുള്ള കഴിവ് എന്നിവ നിയന്ത്രിക്കുന്നത്. വലത് അർദ്ധഗോളം നിങ്ങളുടെ സർഗാത്മക വാസനകളെ നിയന്ത്രിക്കുന്നു. സെറിബ്രത്തിൻ്റെ അടിയിലായി പിറകുവശത്ത് സെറിബെല്ലം സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തെ ഇത് ഏകോപിപ്പിക്കുന്നു. സെറിബ്രത്തിനെയും സെറിബെല്ലത്തെയും സുഷുമ്നാ നാഡിയുമായി ബന്ധിപ്പിക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൽ കൂടിയാണ്. നമ്മുടെ ഇൻവോളണ്ടറി പ്രവർത്തനങ്ങളായ ശ്വസനം, ഹൃദയസ്പന്ദനം, ശരീരതാപം നിലനിർത്തൽ, ദഹനപ്രക്രിയ, ഉറക്കം, ചുമ, തുമ്മൽ എല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മാണ്. ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെയാണ് മെഡുല്ല ഒബ്ലോങ്കറ്റ എന്ന് വിളിക്കുന്നത്. എൻ്റെ ഉള്ളിൽ 3 അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ എന്നിവയാണ് അവ. ഇവയെക്കുറിച്ച് വിശദമായി പിന്നീട് പഠിക്കാം. എനിക്ക് അസുഖങ്ങൾ വരാം. ട്യൂമറാണ് പ്രധാനി. അത് എൻ്റെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും. അതിനാൽ ട്യൂമർ വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം ട്യൂമർ വരാതെ നോക്കുക എന്നതാണ്. അത് നമ്മൾ സമഗ്ര ചികിത്സയിൽ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതമാണ് മറ്റൊരു രോഗം. എന്നിലെ രക്തക്കുഴലിൽ എവിടെയെങ്കിലും ബ്ലോക്ക് രൂപപ്പെട്ട് അത് പൊട്ടിപ്പോയെന്ന് വരാം. ചെറിയ മാനസിക അസ്വാസ്ഥ്യം മുതൽ പൂർണ്ണമായ തളർച്ചയോ മരണമോ ഇതുമൂലം സംഭവിക്കാം. അതിനാൽ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ജീവിതശൈലി സ്വീകരിക്കുക. പിന്നെയുള്ളത് ബ്രെയിൻ ഇഞ്ചുറി. അപകടം മൂലം ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും. ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിഞ്ഞെന്നും വരില്ല. എന്നെക്കുറിച്ച് ഇപ്പോൾ ഒരു ചെറിയ ധാരണ കൈവന്ന് കാണുമല്ലോ. എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എന്നിലെ കഴിവുകൾ ഇതുവരെ പൂർണ്ണമായും ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല.
എന്നെ നന്നായി നോക്കുമല്ലോ. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തട്ടെ.